DCC പുനഃസംഘടനയിൽ കോൺഗ്രസിനുള്ളിൽ അമർഷം തുടരുന്നതിനിടയിൽ സാധ്യതാ പട്ടിക പുറത്തുവിട്ട ന്യൂസ് മലയാളം. അടിയന്തരമായി നേതൃമാറ്റം ആവശ്യമായ ആലപ്പുഴ, വയനാട്, ഇടുക്കി ജില്ലകളിൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകാൻ തീരുമാനം. തൃശൂരിലും നേതൃമാറ്റം ഉണ്ടാകും. ഒന്നുകിൽ 14 DCC അധ്യക്ഷന്മാരെയും മാറ്റുക, അതല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിയും വരെ ആരെയും മാറ്റാതിരിക്കുക എന്നതാണ് പ്രധാന ആവശ്യം. അതേസമയം 3 ജില്ലകളിലെ അധ്യക്ഷന്മാരെ മാത്രം മാറ്റിയാൽ കഴിവുകെട്ട അധ്യക്ഷന്മാരെ മാറ്റി എന്ന ആക്ഷേപം ഉയരുമെന്നാണ് വിലയിരുത്തൽ. ദേശീയ നേതൃത്വം നേരിട്ട് പുനഃസംഘടനയിൽ ഇടപെടണമെന്നും ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും PR പ്രവീണ ചേരുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായി നമുക്കിപ്പം. പ്രവീണ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോ സാധ്യതാ പട്ടിക എങ്ങനെയാണ്, എന്തൊക്കെയാണ് പുകയുന്ന അമർഷങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. അതായത് നിലവിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകൾ എടുക്കുമ്പോൾ ഇതിൽ 3 ജില്ലകളിലെ DCC അധ്യക്ഷന്മാരെ അടിയന്തരമായി മാറ്റണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. മോശം നിലയിൽ പ്രവർത്തനം എന്നുള്ളതാണ്. അത് ഇടുക്കി, വയനാട്, ആലപ്പുഴ ജില്ലകളിലാണ്. ഇതിൽ ആലപ്പുഴ ജില്ലയിൽ തീരുമാനത്തിലേക്ക് എത്താൻ നേതൃത്വത്തിനായിട്ടില്ല. ഇവിടെ രമേശ് ചെന്നിത്തലയുടെ നോമിനി വേണമെന്ന് രമേശ് ചെന്നിത്തല കടുംപിടുത്തത്തിലാണ്. അദ്ദേഹം ആവശ്യപ്പെടുന്നത് ബൈജു എന്ന DCC സെക്രട്ടറി അവിടെ DCC അധ്യക്ഷനാക്കണമെന്നുള്ളതാണ്. എന്നാൽ അതിനോട് നേതൃത്വം യോജിച്ചിട്ടുമില്ല. ഇങ്ങനെ പലതരത്തിൽ അമർഷം പുകയുന്നുണ്ട്. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് തിരുവനന്തപുരത്ത് മണക്കാട് സുരേഷ്, ശരചന്ദ്ര പ്രസാദ്, VS ശിവകുമാർ, ഈ 3 പേരുടെ പേരാണ് നിലവിലുള്ളത്. കൊല്ലത്ത് MM നസീർ, തൊടിയൂർ രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് സൂരജ് രവി, ഇങ്ങനെ 3 പേരുടെ പേരുകൾ. പത്തനംതിട്ടയിൽ ജോർജ് മാമൻ കൊണ്ടൂർ, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, പഴകുളം മധു എന്നിവരുടെ പേരാണ്. ആലപ്പുഴയിൽ DCC ജനറൽ സെക്രട്ടറി ബൈജു, അഡ്വക്കേറ്റ് അനിൽ ബോസ്, അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം, അഡ്വക്കേറ്റ് KR മുരളീധരൻ. കോട്ടയത്ത് UDF ജില്ലാ ചെയർമാനായ ഫിൽസൺ, KPCC സെക്രട്ടറി ഫിലിപ്പ് ജോസഫ്. ഇടുക്കിയിൽ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അശോകൻ, മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കൂടിയായ MN ഗോപി. പാലക്കാട് KPCC സെക്രട്ടറി PV രാജേഷ്. വയനാട് PD സജി, കണ്ണൂർ TO മോഹനൻ, സജീവ് മാറോളി. കാസർഗോഡ് KPCC സെക്രട്ടറി നീലകണ്ഠൻ. ഇങ്ങനെയാണ് ഏതാണ്ട് സാധ്യതാ പട്ടികയിലുള്ള പേരുകൾ. ഇത് മാറി മറിയാനും സാധ്യതയുണ്ട്. കാരണം പാർട്ടി കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ നോമിനി രാഷ്ട്രീയമൊക്കെ സജീവമായി നിൽക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മാറി മറിയാനും സാധ്യതയുണ്ടെങ്കിൽ കൂടിയും നിലവിൽ സാധ്യതാ പട്ടികയിലുള്ളവരുടെ പേരിതാണ്. ഇതിൽ ഏറ്റവും പ്രശ്നമായിട്ട് ഇപ്പോൾ ഇരിക്കുന്നത് ആലപ്പുഴയാണ്. മാത്രമല്ല തിരുവനന്തപുരത്ത് പാലോട് രവിയെ മാറ്റുന്നതിനോട് പ്രതിപക്ഷ നേതാവ് VD സതീശന് വലിയ താല്പര്യമില്ല. അങ്ങനെ മാറ്റുകയാണെങ്കിൽ VD സതീശന് തന്നെ വേണ്ടപ്പെട്ട ഒരാളിനെ നിയമിക്കണമെന്നുള്ളൊരു ആവശ്യവുമുണ്ട്. എന്നാൽ ഇതിനോടും KC വേണുഗോപാൽ അടക്കം യോജിച്ചിട്ടില്ല. ഇങ്ങനെ അമർഷം പുകയുകയാണ്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് അത്യാവശ്യം മോശം നിലയിൽ പ്രവർത്തിക്കുന്ന DCC അധ്യക്ഷന്മാരെ എങ്കിലും മാറ്റിയില്ലെങ്കിൽ അത് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. പക്ഷേ അങ്ങനെ മാറ്റുമ്പോൾ 3 പേരെ മാറ്റുകയും 11 പേരെ നിലനിർത്തുകയും ചെയ്താൽ ഈ 3 പേർ കഴിവ് കെട്ടവരാണെന്ന് നേതൃത്വം പറഞ്ഞു വയ്ക്കുന്നത് പോലെ ആകുമെന്നുള്ളതാണ് ഒരു വിഭാഗത്തിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ മാറ്റുകയാണെങ്കിൽ 14, അല്ലെങ്കിൽ ആരെയും മാറ്റാതിരിക്കുക എന്നുള്ള ആവശ്യവും മുന്നോട്ട് വച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, നേരത്തെ KPCC വർക്കിംഗ് പ്രസിഡന്റുമാരെ നിയമിച്ചപ്പോൾ ദേശീയ നേതൃത്വം തീരുമാനമെടുത്ത് അത് അറിയിക്കുകയായിരുന്നു. അതിനോട് ഒരു എതിർപ്പും സംസ്ഥാനം കാണിച്ചില്ല, ഒരു നേതാവും കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലും ഒടുവിൽ അന്തിമ തീരുമാനം ദേശീയ നേതൃത്വത്തിൻ്റെതായിരിക്കും. അവർ എടുക്കുന്ന തീരുമാനം വേണമെന്നതിനോട് പുതിയ KPCC നേതൃത്വം യോജിക്കുന്നുണ്ടെങ്കിലും ഈ DCC പുനഃസംഘടനയ്ക്ക് ഹൈക്കമാൻഡ് ഒരു ഗുജറാത്ത് മാതൃകയൊക്കെ നേരത്തെ മുന്നോട്ട് വച്ചിരുന്നല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഇപ്പോൾ പലയിടങ്ങളിലെ അതൃപ്തിയും രണ്ടഭിപ്രായമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഈ ഒരു ഗുജറാത്ത് മാതൃകയൊക്കെ നടപ്പാക്കാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അതോ ഈ ഒരു നിലപാടിൽ ഇതുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണോ സാധ്യത കൂടുതൽ? നിലവിൽ സാധ്യതാ പട്ടികയിലുള്ളവരുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. അത് മാത്രവുമല്ല, സമ്പൂർണ്ണ പുനഃസംഘടന എന്ന് പറയുമ്പോൾ നിലവിൽ KPCC സെക്രട്ടറിമാർ പുതുതായി നിയമിച്ചിട്ടില്ല. സുധാകരൻ ഇരിക്കുമ്പോൾ അന്ന് സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് അന്നത്തെ KPCC സെക്രട്ടറിമാരെ തുടരാൻ അനുവദിക്കുകയായിരുന്നു. മാത്രവുമല്ല, MLA ആകാൻ വേണ്ടി മത്സരിച്ച് തോറ്റ പലരും ഇപ്പോൾ മറ്റ് ചുമതലകളൊന്നും ഇല്ലാതെ നിൽക്കുന്നതുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചുമതല കൊടുത്ത് KPCCയുടെ സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്നുള്ള ആവശ്യവുമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ എപ്പോഴേക്ക് തീരുമാനമാകുമെന്നുള്ളതിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് സേതുലക്ഷ്മി. ഈ മാറ്റം അനിവാര്യമായ DCCകളിൽ ഉടൻ പുനഃസംഘടന, അങ്ങനെയാണോ നിലപാട്? ഇത് 3 DCCകൾ, അത് ഇടുക്കി, ആലപ്പുഴ, വയനാട്, ഈ 3 DCCകളുടെ പ്രവർത്തനം വളരെ മോശമെന്നുള്ളതാണ് വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നും വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 എണ്ണമെങ്കിലും ഏറ്റവും വേഗത്തിൽ മാറ്റണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 3 എണ്ണം മാറ്റിയാലുള്ള പ്രശ്നം അവർ കഴിവുകെട്ടവരാണ് എന്നുള്ള നിലയിൽ നേതാക്കൾ തന്നെ പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളൊരു രീതി ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു വികാരമുള്ളത്. അതിനെ എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയ KPCC നേതൃത്വം ചുമതലയേറ്റിട്ട്
മാസങ്ങളാകുന്നല്ലോ, എനിക്കൊന്ന് 2 മാസമൊക്കെ ആവുന്നേ ഉള്ളൂ പുതിയ നേതൃത്വം വന്നതിന് ശേഷം. അതിന് ഈ അവരെ സംബന്ധിച്ച് നിലമ്പൂർ ഒരു വലിയ വിജയമായി നിൽക്കുന്നുണ്ട് പുതിയ നേതൃത്വത്തെ സംബന്ധിച്ച്. അപ്പോൾ അതിനിടയ്ക്ക് വരുന്ന ഈ DCC പുനഃസംഘടന അത് തുടക്കത്തിലെ ഒരു കല്ലുകടിയായി തീരുമോ പ്രവീണ? കല്ലുകടി ആകാനുള്ള സാധ്യത, കാരണം ഈ നോമിനി രാഷ്ട്രീയമാണ് കോൺഗ്രസിൽ ഏറ്റവും തലവേദന സൃഷ്ടിക്കുന്നത്. എൻ്റെ ആൾ വേണം, അല്ലെങ്കിൽ എൻ്റെ ആളിനെ അവിടെ നിയമിക്കണം എന്നുള്ള ആവശ്യമാണ് പരസ്യമായും രഹസ്യമായും ഒക്കെ നേതാക്കൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആലപ്പുഴയിലെ കാര്യം പറഞ്ഞ പോലെ ആലപ്പുഴയിൽ രമേശ് ചെന്നിത്തലയുടെ സന്തത സഹചാരി കൂടിയായ ബാബു പ്രസാദാണ് ഇപ്പോഴത്തെ DCC അധ്യക്ഷൻ. അദ്ദേഹത്തെ മാറ്റിയാൽ രമേശ് ചെന്നിത്തലയുടെ തന്നെ നോമിനിയെ നിയമിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അക്കാര്യത്തിൽ അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ളതും അറിയിച്ചു കഴിഞ്ഞു. ഇത്തരം നിലപാടിൽ വിട്ടുവീഴ്ച ഇല്ലാതെ നിൽക്കുമ്പോൾ അന്തിമ തീരുമാനം ദേശീയ നേതൃത്വത്തിൻ്റേതായിരിക്കും. ദേശീയ നേതൃത്വം ഒരു തീരുമാനമെടുത്ത് അത് പത്രികയായി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് സംസ്ഥാന നേതൃത്വത്തിന് അവിടെ സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകില്ല. ഓക്കെ, ശരി, വ്യക്തമാണ് പ്രവീൺ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, DCC പുനഃസംഘടനയിൽ കോൺഗ്രസിനുള്ളിൽ അമർഷം തുടരുകയാണ്. അതിനിടയിൽ തന്നെ ആ സാധ്യതാ പട്ടികയാണ് ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു PR പ്രവീണ, തിരുവനന്തപുരത്ത് നിന്ന്.